ഇടുക്കി പൂപ്പാറയിൽ 14 വയസ്സുകാരിയായ ബംഗാൾ സ്വദേശിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പ്രതികൾക്ക് 90 വർഷം കഠിന തടവ്. പൂപ്പാറ സ്വദേശികളായ സുഗന്ധ്, ശിവകുമാർ, സാമുവൽ എന്നിവർക്കാണ് ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി കഠിന തടവ് വിധിച്ചത്. കേസിലെ 6 പ്രതികളിൽ ഒരാളെ വെറുതെ വിട്ടു. പ്രായപൂർത്തിയാകാത്ത 2 പേരുടെ കേസ് തൊടുപുഴ കോടതിയിലാണ്. 2022 മെയിലാണ് സംഭവം. ഇടുക്കി പൂപ്പാറയിൽ സുഹൃത്തുമൊത്ത് തേയിലത്തോട്ടത്തിലെത്തിയ പെൺകുട്ടിയെ പൂപ്പാറ സ്വദേശികളായ പ്രതികൾ പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്നയാളെ ക്രൂരമായി മർദ്ദിച്ച ശേഷമായിരുന്നു പീഡനം. സംഭവത്തിൽ പ്രായപൂർത്തിയാവാത്ത 2 പേർ ഉൾപ്പെടെ 6 പ്രതികളാണ് ഉണ്ടായിരുന്നത്. കൃത്യത്തിന് സഹായം ചെയ്ത 4ാം പ്രതിയെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ കോടതി വെറുതെ വിട്ടു. കേസിലെ പ്രതികളായ സുഗന്ധ്, ശിവകുമാർ, സാമുവൽ എന്നിവർക്ക് ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് സിറാജുദ്ദീൻ PA 90 വർഷം തടവ് വിധിച്ചു. ഇവർ 40,000 രൂപ വീതം പിഴയടയ്ക്കണം. ഈ തുക പെൺകുട്ടിക്ക് കൈമാറാനും കോടതി വിധിച്ചു. പിഴത്തുക അടച്ചില്ലെങ്കിൽ 8 മാസം കൂടി ശിക്ഷ അനുഭവിക്കണം. വിവിധ വകുപ്പുകൾ പ്രകാരം, അതായത് ഇന്ത്യൻ പീനൽ കോഡിലെയും പോക്സോ ആക്ടിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം ടോട്ടൽ 90 വർഷം കഠിന തടവാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 1, 2, 3 പ്രതികൾക്ക്. പിന്നെ കൂടാതെ 40,000 രൂപ ഫൈൻ എമൗണ്ടും. ഫൈൻ അടച്ചില്ലെന്നുണ്ടെങ്കിൽ 8 മാസം കൂടെ കഠിന തടവ് അനുഭവിക്കണം. ഫൈൻ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ട് വിക്ടിമിന് കൊടുക്കാനായിട്ടാണ് കോടതി ഉത്തരവായിട്ടുള്ളത്. പ്രായപൂർത്തിയാവാത്ത 2 പേരുടെ കേസ് തൊടുപുഴ ജുവനൈൽ കോടതിയുടെ പരിഗണനയിലാണ്. സംഭവ ദിവസം ഉത്തരേന്ത്യൻ തൊഴിലാളിയായ പെൺകുട്ടിയുടെ സുഹൃത്ത് മകേഷ് കുമാർ യാദവ് കുട്ടിയെ രാജകുമാരിയിലെ റൂമിലെത്തിച്ച് പീഡിപ്പിച്ചിരുന്നു. തുടർന്ന് ഇയാളുടെ സുഹൃത്തായ ഖേയം സിംഗിനൊപ്പം താമസ സ്ഥലത്തേക്ക് പറഞ്ഞുവിടുകയായിരുന്നു. എന്നാൽ ഇയാൾ കുട്ടിയുമായി പൂപ്പാറയിലെത്തി മദ്യം നൽകിയ ശേഷം പെൺകുട്ടിയെ ഉപദ്രവിച്ചു. ഈ സമയത്താണ് പൂപ്പാറ സ്വദേശികൾ യുവാവിനെ ആക്രമിച്ച ശേഷം പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. മകേഷിനും സിംഗിനുമെതിരെയും നിലവിലുള്ള കേസും ദേവികുളം കോടതിയുടെ പരിഗണനയിലാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.